ഹായ് എവരിബഡി. ഞാനിപ്പം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ വിശ്രമ മുറിയിലാണുള്ളത്. കാസർഗോഡ് നിന്ന് ഇന്നലെ മാവേലി എക്സ്പ്രസ്സിൽ വൈകിട്ട് 6:20 കയറിയതാണ് ഞാൻ ട്രെയിനിൽ. കൃത്യം രാവിലെ 6:20 ആവുമ്പോഴേക്കും ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. അടുത്തുള്ള ഒരു ഭോജനശാലയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പ്രാതൽ കഴിച്ച് ഇപ്പോൾ കന്യാകുമാരി വരെ പോകുന്ന ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കന്യാകുമാരിയിലേക്കുള്ള ട്രെയിൻ വരുന്നത് 9:10 ഇപ്പോൾ സമയം 8 മണിയായി. അപ്പം യാത്ര തുടരുന്നു, ശുഭയാത്ര നേർന്നു വരൂ. യാത്ര തുടരുന്നു, ശുഭയാത്ര നേർന്നു വരൂ. എന്നോടൊത്തുണരുന്ന പുലരികളെ, എന്നോടൊത്തു കിനാവു കണ്ടു നിൽക്കുന്നവുകളെ. അങ്ങനെ ഞാൻ കന്യാകുമാരി എത്തി. മുറ്റത്ത് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇടത്തോട്ട് നടന്നാൽ നിങ്ങൾക്ക് ഓട്ടോ സ്റ്റാൻഡ് കാണാം ഇവിടെ. യെസ്, ഓട്ടോ സ്റ്റാൻഡ്. പക്ഷേ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് മുമ്പ് പോയാൽ നിങ്ങൾക്ക് ബസ് കിട്ടും. സാമാന്യം തിരക്കിടില്ലാത്ത ഞാനൊരു ലോഡ്ജിലാണ് എടുത്തിരിക്കുന്നത്. ഡബിൾ ബെഡ്റൂമാണ്. രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട്. ഭയങ്കര അടിപൊളി കാഴ്ചയാണ്. കടലും വിവേകാനന്ദ പാറയും ചർച്ചും ഒക്കെ വളരെ മനോഹരമായ കാഴ്ച. ഇതാണ് ഇന്ത്യയുടെ അങ്ങേയറ്റം. കന്യാകുമാരി ദേവിയിൽ നിന്നും ഇത് ആരംഭിച്ച് കൽപ്പാദം ശീർഷകം നമ്മുടെ കാശ്മീരിലെത്തുന്നു. ബാത്റൂമാണ് അത്യാവശ്യം വൃത്തിയുള്ള ബാത്റൂമാണ്. ടി വി ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ നോൺ AC റൂമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ക്ലൈമറ്റിന് AC ആവശ്യമില്ല എന്നുണ്ട്. ഇതാ ഈ ഹോട്ടലിൻ്റെ അടുത്ത് നിന്നും ഒരു ഇടവഴിയിൽ കൂടിയാണ് അടുത്തേക്ക് എത്താൻ നമുക്ക് അങ്ങോട്ടാണ് പോകുന്നുള്ളത്. അടുത്ത് തന്നെ മറ്റൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അത് ശ്രീ സുബ്ബയ്യയിന്. ഈ തമിഴ്നാടിൻ്റെ ഇടവഴികളിലൊക്കെ കൂടെ പോകാൻ വളരെ രസമാണ് കേട്ടോ. ഗല്ലികൾ നിറയെ വീടുകളാണ്. പിന്നെ വൃത്തിയും വെടിപ്പൊക്കെ അത്യാവശ്യമുണ്ട്. പഴയ തമിഴ്നാടല്ല, പുതിയ തമിഴ്നാട്. ചർച്ചിലേക്കുള്ള വഴി ഇതാണ്. ചർച്ച് കണ്ട് തിരുരൂപം അതാ അവിടെ കാണുന്നു കുരിശിൽ. അങ്ങോട്ട് ജസ്റ്റ് പോയി നോക്കാം. ഇതാണ് ആ ചർച്ചിൻ്റെ പരിസരം. ഇത് ചർച്ചാണ്. ഞാൻ ഇന്ന് ഡീപ്പായിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നില്ല. അത് പിന്നെ പോകാമെന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ആൾക്കാരയിലിത കുരിശു. യേശു ശിഷ്യർക്ക് സതുപദേശം നൽകുന്ന ഇതാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഭക്തരും കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട്. ഇത് തീർത്ഥാടകർക്കുള്ള വിശ്രമ കേന്ദ്രമാണ്. പിൽഗ്രിംസ്. ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയ ഒരു കുരിശുരൂപം ഇങ്ങനെ ചെല്ലിട്ട് വെച്ചിട്ടുണ്ട്. തമിഴ് എന്ത് വെച്ചിട്ടുണ്ട് എനിക്ക് അറിയുന്നു വായിക്കാൻ.
വളരെ മനോഹരമായ ഗോത്തിക് സ്റ്റൈലിലാണ് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. അതവിടെ ഒരു ചാരിയറ്റ് കാണുന്നുണ്ട്, ഒരു പേര് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് ചർച്ചിൽ കയറണം, ഇപ്പോഴല്ല, പിന്നീട് ഞാൻ കയറുന്നതായിരിക്കും. അതിനകത്തൊന്ന് നോക്കാനുണ്ട്. യെസ്, കിട്ടി. ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് റാൻസം, കന്യാകുമാരി. കന്യാമറിയത്തിൻ്റെ ആണ് ഇവിടെ. അഡറേഷൻ ചപ്പൽ, കന്യാകുമാരി. ഈ ചാരിയറ്റിൽ എന്തുവാടെ ഒന്നും ഇല്ലല്ലോ. 2 തേരുകൾ രഥമുണ്ട് ഇവിടെ. ചിലപ്പോൾ എന്തെങ്കിലും വിശേഷാൽ ദിനങ്ങളിൽ ആൾരൂപത്തെ കൊണ്ടുപോകാനുള്ള സംവിധാനമായിരിക്കാമെന്ന് തോന്നുന്നു. എന്നാലും ജനനിബിഡമാണ് ഈ ഏരിയകളൊക്കെ. ഇത് അങ്ങനെ ഞാൻ ബീച്ചിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടവഴിയിലെ കൂടെ വന്ന് എനിക്കിപ്പോൾ ബർദുബൈയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ ബർദുബൈയിൽ ഇങ്ങനെ തന്നെ അബ്രായിലെ കൂടി എന്നാൽ പഴയ കച്ചവടക്കാരും ശ്രീചന്തുമാരും ഗോൾഡ് സൂക്കൊക്കെ കഴിഞ്ഞത് ഇങ്ങനെ കടലിലോട്ട് എത്തുന്ന വഴി പോലെ തോന്നുന്നു. ഇതാണ് ആ സ്ഥലം. ത്രിവേണി സംഗമമൊക്കെ ഇതിനടുത്താണ്. 3 കടലുകൾ കൂടിച്ചേരുന്ന സംഗമ സ്ഥാനമാണ് ഇത്. അറേബ്യൻ സീ, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യ മഹാസമുദ്രം. 3 നദികളുടെ വെള്ളം ഇവിടെ. ഒരു നദി മറ്റു നദിയെ കടന്നു പോകുന്നില്ല. മറജൽ ബഹ്റൈനി യൽതഖിയാൻ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ആ കാണുന്നതാണ് വിവേകാനന്ദന്റെ പാറ. അവിടത്തേക്ക് എത്താനുണ്ട്. തിരുക്കുറളിന്റെ പ്രതിമയുണ്ട്, അവിടെ സ്ഥാപിച്ചു, അവിടെ പോകാനുണ്ട്. അപ്പോൾ ത്രിവേണി സംഗമത്തിലേക്ക് എത്തിയില്ല, ഞാൻ എത്താൻ പോവുകയാണ് പലയിടത്ത്. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് പിടിച്ചു തന്നേ ഉള്ളൂ. സൺസെറ്റിന്റെ പോയിന്റ് ഉണ്ട്, സൺറൈസ് പോയിന്റ് ഉണ്ട്. അതൊക്കെ നോക്കി ഞാൻ പിന്നീട് വേണ്ട പോലെ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പം സമയം 1:15. സൂര്യന് ചൂടുണ്ട് ഇവിടെ. കൊച്ചു കൊച്ചു വള്ളങ്ങൾ കയറ്റി വച്ചിരിക്കുന്നു. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഇവിടുത്തുകാരുടെ ഒരു ഭാഗ്യേ, എന്തൊരു സുഖമാണ് ഇവിടെ താമസിക്കാൻ. ത്രിവേണി സംഗമ സ്ഥാനത്ത് വീട് കെട്ടി. ഇത് ഈ കടലോര പാതയിലൂടെ നടക്കുമ്പോൾ തന്നെ ഇവിടെ ചൂടായിട്ടും തണുത്ത ഒരു കാറ്റ് വന്ന് എന്നെ ആശ്ലേഷിക്കുകയാണ്. മറ്റൊരു കൊച്ചു ചാപ്പൽ ഇവിടെ ഉണ്ട്, കടലിനോട് ചേർന്നുള്ള ഈ സ്ഥലത്ത്. ഇതിന്റെ പണിയൊക്കെ ഇതെവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടത്തെ മുക്കുവര് വല നെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻപിടുത്തക്കാരാണെന്ന് തോന്നുന്നു ഇവരൊക്കെ. എല്ലാ വള്ളങ്ങളിലൂടെ കയറ്റി വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഇവർ രാവിലെ പോയി വന്നതായിരിക്കും, ഏർലി മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഇങ്ങനെ രാത്രി പോകാൻ വേണ്ടി തയ്യാറ് ആവുന്നതായിരിക്കാം, അങ്ങനെ തോന്നുന്നു. ഇവിടെയും കുറെ പേര് വല നെയ്തുകൊണ്ടിരിക്കുകയാണ്. അണ്ണാ, ഇത് കാലയിലാണോ ബോട്ടെല്ലാം ഇങ്ങനെ കടലിൽ പോകുന്നത് ഫിഷിങ്ങിന്? സായങ്കാലോ? എത്ര മണിക്ക്? 4-5 മണിക്ക് സായങ്കാലം പോകും. കാലയിൽ തിരുമ്പി വരും. ആ, അപ്പൊ നിറയെ മീൻ കിട്ടുമോ? ആ, കിട്ടുമല്ലേ? അതാണ് പറഞ്ഞത്, 5 മണിക്ക് ഇവര് വള്ളങ്ങളുമായി കടലിൽ ഇറങ്ങും, രാവിലെ തിരിച്ചെത്തും നിറയെ മീനുമായി. ആ നടുവിൽ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ്. നമുക്ക് നടന്നു പോകാനുള്ള അതിലാണ്, അതിലെ കൂടിയാണ് നടന്ന് ആൾക്കാർ അവിടെ ഉണ്ട്, നടന്നു പോകുന്ന കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് എത്താനുണ്ട്. മറ്റൊരു ചർച്ചാണിത്. നമ്മള് ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ഇങ്ങനെ അടക്കാൻ പോവുകയാണ്. ആണാ, ഇതെന്താ പൊണ്ടോ അല്ലേ? ഇതെന്ത് പറയുന്ന ഇളനീരിന് പൊണ്ടോന്നാ? പൊണ്ടോ അല്ലേ? എത്തന്നെ ഒരു പീസ്? അറിയാ 40 ഇല്ലേ? 40 പോയാ? 60-70. ഇത് പെരിയ ഇത് 70. ആ ചിന്ന അവിടെ ഉണ്ട് 60. പിന്നെ ഈ ചായ കൊണ്ടതിന് എത്ര? ഇത് ഇതാ 80. അപ്പൊ ഓക്കെ, എന്നാ ടേസ്റ്റ് ആക്കാം. ഇതാ വിവിധ തരം ശംഖുകളുടെ പ്രദർശനം ഇത് വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രൈസ് ചോദിക്കാം. ഇതാ സ്റ്റാർ ഫിഷ് ഉണ്ട്, നക്ഷത്ര മത്സ്യങ്ങളുണ്ട്, ശംഖുണ്ട്. അണ്ണാ, എങ്ങനെയാണാ ശംഖിന്റെ എല്ലാം പ്രൈസ്? 100-ൻ്റെത് ചെറുതാ, അതിലിങ്ങനെ വിൽക്കാൻ പറ്റുമോ? എത്ര?
ഊതുന്ന ശങ്കിനാ? ഡിസ്കൗണ്ട് എല്ലാം കിട്ടുമല്ലോ അല്ലേ? എത്രനൊക്കെ തരും ലാസ്റ്റ്? ആ 500 രൂപക്കാ? ഞാൻ ഒന്ന് നോക്കുന്നല്ലോ. 100 എഴുതിയിട്ടുള്ളു. 100 ഇതെന്താ 100? എല്ലാം 100ആ? എന്തെടുത്താലും 100? അങ്ങനെ ഉണ്ടാ? അത് ശരി. അപ്പൊ നോക്കണല്ലോ അണ്ണാ ഇതല്ലോ. ഇതെല്ലാം കിട്ടും, കടലിൽ നിന്ന് കിട്ടുന്നതാണ് കിട്ടുമല്ലേ? ഇത് യൂട്യൂബിലേക്ക് യൂട്യൂബ് ആക്കാൻ നിങ്ങൾ വരൂ. വരൂ മഞ്ചാ. അങ്ങനെ ഞാൻ അകത്തോട്ട് കയറാൻ പോവാണ്. ക്യൂവിലോട്ട് നീണ്ട സെയിൽ ഓഫ് ഫെറി ടിക്കറ്റ് 7:45 തൊട്ട് 4 PM വരെ. പിന്നെന്ത്? ഡിജിറ്റൽ പേയ്മെന്റ് അക്സെപ്റ്റഡ് ഹിയർ. ആരത്? ഒരു നായിന്റെ പേക്കറാന്ന് നോക്കട്ടെ എന്തെന്നുള്ള. ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. മനുഷ്യനിപ്പോ കരിയുന്ന നായി കരിയുന്ന നോക്കട്ടെ. ഒന്നും കാണുന്നില്ലല്ലോ. നായും പോയി മനുഷ്യനും പോയി. അപ്പോ പൂംപാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് കന്യാകുമാരി ഫെറി സർവീസ് കന്യാകുമാരി എഴുതി വെച്ചിട്ടുണ്ട്. അകത്തോട്ട് കയറാം. ആൾക്കാർ അങ്ങോട്ടൊക്കെ പോയി ക്ഷീണിച്ച് അവശനായി ഇങ്ങനെ വരുന്ന രംഗങ്ങളാണിത്. അപ്പോൾ പോലീസും ഇറക്കി നിന്നിട്ടുണ്ട്. ₹100 100 ടിക്കറ്റ് കൗണ്ടർ. 100 ആയ മുന്നേ 75 പോയിട്ട് 100 ആയി. അപ്പോഴേ ഞാനും ഈ 100ന്റെ കൗണ്ടറിൽ പിടിച്ചാണ് പോകുന്നത്. 300 വേണ്ട. നോക്കാം ഇതിൽ എത്ര തിരക്കുണ്ടെന്ന് നോക്കാം. അതാ ഇല്ലല്ല, അത്ര വലിയ തിരക്ക് കാണുന്നില്ലല്ലോ. വലിയ തിരക്കൊന്നുമില്ല. ഇതാ 100 രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഞാനത് അകത്തോട്ട് പോവുകയാണ്. ഇപ്പൊ നമുക്കും വരുമ്പോ വലിയ ക്യൂ ഉണ്ടാവില്ല. 100 രൂപയുടെ ടിക്കറ്റ് മതി എന്നാണ് തോന്നുന്നത്. മതി. ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടല്ലോ. എന്താ 2 മദാമ്മമാര് പോന്നെ തൊപ്പിയെല്ലാം വെച്ചോണ്ട്. ഹായ് മദാം. മദാമ്മ കേൾക്കുന്നില്ല. ഹായ് മദാം. How are you? It's okay, all right. From where? Norway. മദാം ചൊടിച്ചിട്ട് പോയി. എന്തെന്നറിയല്ല. അല്ല, അങ്ങനെ എന്റെ ഈ പോക്കിൽ പോയെങ്കിലുണ്ടല്ലോ മദാം പേടിച്ചു ചൊടിച്ചിട്ടില്ല, തല്ലുള്ളൂ. ഇവിടെ ഇത്തിരി ക്യൂ ഉണ്ട്. അത് നോക്കാം. അത് ബോട്ടിൽ കാക്കാൻ വേണ്ടി, ബോട്ട് വരാൻ വേണ്ടിയുള്ള ക്യൂ ആണ്. ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ കടത്തി വിടുന്നുണ്ട് ബോട്ടിലേക്ക്. എല്ലാരും ഇരിക്കുന്നുണ്ട്. എല്ലാരും ചേച്ചി ഇരുന്ന് ഞാനൊന്ന് ഫ്രണ്ടിൽ പോയിട്ടിരിക്കട്ടെ. ഫ്രണ്ടിൽ പോയി ഇരുന്നാൽ എങ്ങനെയാണ്? ഫ്രണ്ടല്ല, സൈഡിലിരിക്കണം തോന്നുന്നു. അതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. ഇങ്ങനെ ഇരിക്കാം. എല്ലാരും ഇരിക്കാനുള്ള തത്രപ്പാടിലാണ്. എനിക്ക് നല്ലൊരു സീറ്റ് തന്നെ കിട്ടി. ഓരോരുത്തരും ഞാൻ ഒരു ഇന്റർവ്യൂ പോലെല്ലാം ചെയ്യുന്നുണ്ട്. എത്ര ജനങ്ങൾ ഒഴിഞ്ഞു മാറും, എത്ര സഹകരിക്കുന്നുള്ള നമുക്ക് അറിയാനുള്ള ഒരു വഴിയാണിത്. ആൾക്കാർ നിറഞ്ഞുകൊണ്ടുണ്ട്. അത് നിറയാണ്. ചടിയത്തെ മദാമ്മമാരെല്ലാം ഉണ്ട്. ചടിയെല്ലാം ഉണ്ട്. ചടി അത് നേരെയുള്ളതും ഉണ്ട്, നേരെ ഡ്രസ് ചെയ്തതും ഉണ്ട്. ഞാന് കണ്ണാടിയെല്ലാം വെച്ചോണ്ട് പറഞ്ഞെങ്കില് ഭയങ്കര വൃത്തിപ്പ. അതായത് ബോട്ടിന്റെ ഉള്ളിലുള്ള ഈ തണുപ്പ് ഫീലെല്ലാം കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണാടി വെച്ചോണ്ട്. कैसे भाईजान? अच्छा है? पहली बार जा रहे क्या? पहली बार जा रहे. किधर से आया? गुजरात से आया. अहमदाबाद में किधर? नेरोल, सानन, प्रॉपर अहमदाबाद. अच्छा. तो आप भी थोड़ा साथ में बैठे, प्यार से थोड़ा साथ में बैठिए. अच्छा, कब आया? सीधा इधर आके कन्याकुमारी आया अहमदाबाद से? मुन्नार गया? अच्छा. मुन्नार जाके फिर इधर आया. അത്ര തന്നെ ഒരു 10 മിനിറ്റിന്റെ യാത്ര. അപ്പം ഇതാ ഇറങ്ങി. പണ്ട് ഇത് വലിയൊരു പാറയായിരുന്നു. ഇന്ന് പാറയൊന്നുമില്ല. തിരിച്ചു വരുന്നവരുടെ ക്യൂ ആണിത്. ഇപ്പൊ പാറയൊന്നുമില്ല. ഇപ്പോ
ഉണ്ട്. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഒരു മൺതരി എല്ലാം ഉണ്ടായിരുന്നു, ചുവന്ന മണൽ തരികളൊക്കെ ഉണ്ടായിരുന്നു. ML വിവേകാനന്ദ എന്ന ബോട്ടിലാണ് ഞങ്ങൾ വന്നത്. എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ആ ऐसे नमस्ते, किधर से आया? कर्नाटक से? अच्छा अच्छा, केरला से? हाँ. വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലോട്ട് നമ്മൾ ഇങ്ങനെ കയറുകയാണ്. ഇവിടുന്നൊരു ടിക്കറ്റ് ഉണ്ട് 30 രൂപയുടെ, അതൊന്നും എടുക്കാം. ഇവിടെ ഒരു 30 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. അപ്പൊ ഞാനിത് വിവേകാനന്ദ പാറ കയറുകയാണ്. 30 രൂപയുടെ ടിക്കറ്റ് എടുത്ത് അതിലൂടെ കാണിക്കണം. എൻ്റെ അമ്മ, ഭയങ്കര പൈസ ക്യാഷ് തന്നെ വേണം. കള്ളത്തരം നടക്കുന്ന ഒരു സ്ഥലമാണിത്. കഴിയുന്നതും പൈസ ഒന്നും പേഴ്സ് എടുക്കാതെ വരുന്നതാണ് ബെറ്റർ. എന്തോ ഒരു 100-200 രൂപ കയ്യിൽ വെച്ചാൽ മതി. പോക്കറ്റ് അടിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. കാര്യമായി പറ്റിക്കലും പോക്കറ്റ് അടിയും എല്ലായിടത്തും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്ന പോലെ കന്യാകുമാരിയിലും അത് നിർലോഭം തുടരുന്നു. എന്തൊരു മനോഹാരിതയാണ് വിവേകാനന്ദ പാതയ്ക്കും. സ്വാമി വിവേകാനന്ദൻ 1890 കാലഘട്ടത്തിൽ തപസ്സിരുന്ന സ്ഥലം എന്നാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. കൂടുതൽ കാര്യങ്ങളെല്ലാം ഇനി പഠിച്ചുകൊണ്ട് വരികയാണ്. അത് നമുക്ക് ക്രമേണ പഠിക്കാം. ഇതാ ഇവിടെ പാദരക്ഷകൾ ഇവിടെ സൂക്ഷിക്കണം. ഫ്രീ ആണ്, പൈസ ഒന്നുമില്ല. ഷൂസ് മാറിയിട്ട് ഇവിടെ കൊടുത്താൽ മതി. ഇങ്ങനെ കയ്യിൽ കൊടുത്ത് അവർ ടോക്കൺ എന്തെങ്കിലും തരും. നമ്പർ പറയുക, നമ്പർ ഓർമ്മിച്ചാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ ഷൂസ് കിട്ടും. ചെറിയ സ്റ്റെപ്പ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ചെറിയ സ്റ്റെപ്പ്, ബുദ്ധിമുട്ടില്ല. നല്ല പരിപരുത്ത സ്റ്റെപ്പായതുകൊണ്ട് പഴുതി വീഴുമെന്ന് കരുതണ്ട. നോ പ്രോബ്ലം. ഇതാണ് ആ പാറ. ഇതാണ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഇങ്ങേയറ്റം. എന്തൊരു കുളിർമയാണ് ഇവിടുത്തെ കാറ്റിന്, എന്തൊരു പ്രകൃതി മനോഹാരിത. എല്ലാവരും ഈ പറഞ്ഞ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയി മുമ്പേറിക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ ഫോട്ടോഗ്രാഫി ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഇൻസൈഡ് ദി മണ്ഡപംസ്. അപ്പൊ അവിടത്തേക്ക് ഫോട്ടോഗ്രാഫി പാടില്ല. അപ്പോൾ ഇങ്ങോട്ട് ഇതെല്ലാം എടുക്കാം. അവിടെ എന്താണെന്ന് നോക്കാനുണ്ട്. ഓക്കെ, എൻ്റെ ഫോട്ടോ ആരും എടുക്കും? ആരെ കൊണ്ടെടുപ്പിക്കും? മറ്റൊരു റോക്ക് ഫോർമേഷനാണത് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 3 കടലുകളുടെ സംഗമമാണ് ത്രിവേണി സംഗമം. ഇവിടുത്തെ ഈ 3 കടലിലെയും വെള്ളം ഒന്നിച്ച് ചേരുന്ന ആ ഒരു, നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം എടുത്ത് നോക്കിയാൽ കാണാം കന്യാകുമാരി. അതിൻ്റെ താഴെ, കുറച്ചു താഴെ ഒരു ചെറിയ പൊട്ട് പോലെ ഒരു ശ്രീലങ്ക കാണാം നിങ്ങൾക്ക്. പണ്ട് ഇതൊക്കെ ഒന്നായിരുന്നെന്നാണ് പറയുന്നത്. ഇന്ത്യയും ശ്രീലങ്കയൊക്കെ ഒന്നായിരുന്നു. ഇന്ത്യയിൽ നിന്നും വിട്ടുപോയ ചെറിയ ഒരു തുരുത്ത്, അതാണ് ശ്രീലങ്ക എന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലോട്ട് പാലം ഉണ്ടായിരുന്നു. പിന്നീട് ഏതോ ഒരു കാലത്ത്, ഒരു 100 വർഷം മുമ്പോ മറ്റോ, അത് പ്രകൃതിക്ഷോഭത്തിൽ ആ പാലം ഒലിച്ചു പോയി എന്നാണ് പറഞ്ഞത്. ഇതിനകത്തൊരു ബുക്ക് സ്റ്റാൾ ഉണ്ട്, നമുക്ക് അതൊന്ന് പോയി നോക്കാം. ഇവിടെ ശിലാഫലകങ്ങളിൽ ഇതൊക്കെ കുത്തിവെച്ചിട്ടുണ്ട്. വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ആൻഡ് വിവേകാനന്ദ കേന്ദ്ര, ഇതിനെ കുറിച്ചുള്ള ചരിത്രങ്ങളെല്ലാം ഇത് എഴുതി വെച്ചിട്ടുണ്ട്. വിവേകാനന്ദ കേന്ദ്ര കന്യാകുമാരി. ബുക്ക് സ്റ്റാളുകൾ കുറേ ഉണ്ട് ഇതിനകത്ത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കേപ്പ് കോമറീൻ, മറ്റേത് ഗുഡ് ഹോപ്പാണ്. ഗുഡ് ഹോപ്പ് മുൻപ് സൗരാഫ്രിക്കയിൽ, ഇത് ഇന്ത്യൻ്റെ മുൻപ് കേപ്പ് കോമറീൻ കന്യാകുമാരി. അപ്പോൾ എല്ലാവരും ഈ ഒരു അത്ഭുതം കാണാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും ഇവിടെ നഗ്നപാതരായാണ് നടക്കുന്നത്. പക്ഷെ ചൂടറിയുന്നില്ല, ചൂടില്ല. പലരും ഇരുന്ന് സല്ലപിക്കുന്നുണ്ട്. ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി ഞാൻ കടക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ്. എന്താണ് അവിടെ
എന്ത് അത്ഭുതമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പാറയിൽ കൊത്തിയെടുത്ത ആനക്കുട്ടി രണ്ട് ഭാഗത്തും ബ്രിഡ്ജിലോട്ട്. സത്യത്തിൽ പേടിയാണ്. താഴെ നോക്കുമ്പോ പേടി, അഗാധ സമുദ്രം. കുറെ ആൾക്കെല്ലാം പേടി വരും. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. കുറെ ഉണ്ട്, നടന്ന് അങ്ങോട്ട് എത്താൻ കുറെ ഉണ്ട്. തല കറങ്ങും, പലർക്കും തല കറങ്ങുന്നുണ്ട്. തിര, ഒരു തിര. ഇത് 100 ഒരു 1000 കൊടുക്കാം ഫുള്ള്. അത്ര കാണാനുണ്ട്. യാപ്പാ, അന്ന് നമ്മളോട് അവിടെ എത്ര പറഞ്ഞ റാണിപുരത്തിന് ചെറിയ ഗ്ലാസ് ബ്രിഡ്ജിന് 100, 200. അപ്പൊ ഈന് എത്രയാക്കോറ്? 1000, 1500 ആക്കുമല്ലോ ഇങ്ങനെയെങ്കിൽ. കുറച്ചു ആളുടെ തോണി ഉന്തുന്നുണ്ട്, തോണി ഇറക്കുന്നുണ്ട് കുറച്ചു ആള്. ഇതിന്റെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാന് തിരുവള്ളുവരുടെ പ്രതിമ ഇവിടെ താഴെയാണുള്ളത്. തിരുക്കുറൾ എഴുതിയ തിരുവള്ളുവരുടെ പ്രതിമയാണ്. പക്ഷെ ഇത് കിട്ടുന്നില്ല, എനിക്ക് ഫുള്ള് കിട്ടുന്നില്ല. ഇത് റിനോവേഷൻ നടന്നോ എന്തോ കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഫുള്ള് എടുക്കാൻ പറ്റുന്നില്ല. സ്റ്റാച്യു ഓഫ് വിസ്ഡം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇതില്. കൈൻഡ്ലി ലീവ് യുവർ ഫുട് വേസ് ഹിയർ. ഓക്കെ. ഇപ്പോൾ ഞാൻ തിരുവള്ളുവരുടെ പ്രതിമയുടെ മുകളിലോട്ട് കയറിയിരിക്കുകയാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ നിന്ന് കാണാം. ഇതിന്റെ മുകളിൽ എല്ലാവരും ധ്യാനനിരതരായിരിക്കും പോലെ. എല്ലാവരും വല്ലാത്ത കാറ്റങ്ങനെ. തിരുവള്ളുവരുടെ പാദം. അപ്പൊ എത്ര വലിയ കാരായിരിക്കും ആൾക്കുണ്ടായിരുന്നത്. തിരുക്കുറൾ എഴുതിയ, കാവ്യം എഴുതിയ ആളാണ് തിരുവള്ളുവർ. കിട്ടുന്നില്ല, നോക്കിങ്കത്തേല. വല്ലാതെ കാറ്റ്. ഇത് അടുത്തുള്ള ഗാന്ധി മണ്ഡപമാണ്. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഇവിടെ കന്യാകുമാരി, അതായത് ഈ 3 കടലുകളും സന്ധിക്കുന്ന ത്രിവേണി സംഗമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചതും പിന്നീട് അത് നിമജ്ജനം ചെയ്തതും. അപ്പോൾ ഗാന്ധിയുടെ പല ചിത്രങ്ങളും ഈ ഗാന്ധി മണ്ഡപത്തിൽ വെച്ചിട്ടുണ്ട്. കസ്തൂർബയോടൊപ്പം, ലിയോ ടോൾസ്റ്റോയോടൊപ്പം, അതുപോലെ വിദേശ പ്രതിനിധികളോടൊപ്പം, മൗണ്ട് ബാറ്റാൻ്റെ പത്നിയോടൊപ്പം. ഇത് ഇവിടെ കടലിൽ നിന്നും ഇവിടെ കിട്ടുന്ന കരകൗശല വസ്തുക്കളാണ് ഇതൊക്കെ. ചെറിയ വിലക്കാണ് ഇത് കിട്ടുന്നത്. കുറച്ചെണ്ണം ഞാൻ വാങ്ങി, ബാക്കി നാളെ വാങ്ങാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. മറ്റുള്ള കരകൗശല വസ്തുക്കളൊക്കെ നാളെ വാങ്ങുന്നതായിരിക്കും.